വളരെയേറെ പേർ സങ്കടത്തോടുകൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടി, പക്ഷെ ഒരു ദൈവാനുഭവവും ഉണ്ടായില്ല. ഇനി അതേസമയം ഈ വിഷയം ഒരു ചോദ്യമായിട്ട് അഭിമുഖീകരിക്കുന്നവരുണ്ട്. ചിലർ നമ്മളോട് ചോദിച്ചെന്ന് വരും, എന്താണ് നിൻ്റെ ദൈവാനുഭവം? ഇപ്പോൾ ദൈവാനുഭവത്തെപ്പറ്റി പറയുകയും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അനേകം പേര് ഉണ്ട്. ഇതത്ര മോശപ്പെട്ട കാര്യമല്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1990 എഴുതിയ രക്ഷകൻ്റെ ദൗത്യം എന്നുള്ള ചാക്രിക ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, ഇക്കാലത്ത് മനുഷ്യർ അധ്യാപകരെക്കാൾ കൂടുതൽ സാക്ഷികളെയും പ്രബോധനത്തെക്കാൾ കൂടുതൽ അനുഭവത്തെയും തത്വങ്ങളെക്കാൾ കൂടുതൽ ജീവിതത്തെയും നോക്കുന്ന കാലമാണ്. നമുക്കറിയാം, ഇത് അനുഭവത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അനുഭവത്തെപ്പറ്റി വളരെ ഭാവാത്മകമായി വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാമെങ്കിലും വിശ്വാസത്തിന് പുറത്തുള്ളവർ ദൈവാനുഭവത്തെ ചിലപ്പോൾ പരിഹസിച്ചു എന്ന് വന്നേക്കാം. ഹംഗേറിയൻ അമേരിക്കൻ സൈക്യാട്രിസ്റ്റായ തോമസ് സാസ് അദ്ദേഹത്തിൻ്റെ ഉന്മാദത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യം, നീ ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ അത് പ്രാർത്ഥനയാണ്, എന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ഭ്രാന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വിശ്വാസത്തിന് പുറത്തുനിന്നുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ ഈ ദൈവാനുഭവത്തെ വിശ്വാസികൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വീകരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം വിശദമാക്കേണ്ട ഒരു കാര്യം, ദൈവാനുഭവത്തെ വളരെ പ്രത്യേകമായ രീതിയിൽ വളരെ ചുരുങ്ങിയ തലത്തിൽ മനസ്സിലാക്കുന്ന സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. ചിലരെ സംബന്ധിച്ച് ദൈവാനുഭവം എന്നുള്ളത് വളരെ നാടകീയമായൊരു സംഭവമാണ്. അവരുടെ ജീവിതത്തെ, മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം. ഇതുവരെ കേട്ടിട്ടില്ലാത്ത അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ ആണ് ചിലരെ സംബന്ധിച്ച് ദൈവാനുഭവം. ഇനി വേറെ ചിലരെ സംബന്ധിച്ച് ദൈവാനുഭവം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത തരത്തിലുള്ള, അപ്രതീക്ഷിതമായ തരത്തിലുള്ള ഒരു അനുഭവമാണ്. അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ ഏതെങ്കിലും സംഭവം. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ റോഡിൽ ബസ് കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഒരുപാട് സമയം കാത്തുനിന്നു, വണ്ടിയൊന്നും ബസ്സൊന്നും വന്നില്ല. പക്ഷേ അയാൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയാൾ പ്രാർത്ഥന തീരുമ്പോഴേക്കും അവിടെ ഒരു വാഹനം പ്രത്യക്ഷപ്പെടുകയാണ്. അതിനെ ഒരു ദൈവാനുഭവമായിട്ട് എടുത്താൽ അത്ഭുതകരമായ, അതിശയകരമായ ഒരു ഇടപെടലിനെ ദൈവാനുഭവമാക്കി അയാൾ മനസ്സിലാക്കുന്നു എന്നാണ് അർത്ഥം. ഈ തരത്തിൽ ദൈവാനുഭവത്തെ കാണാനും ഉൾക്കൊള്ളാനും തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ നിരാശപ്പെട്ടു എന്ന് വന്നേക്കും. അതുകൊണ്ട് ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഹൃദയത്തിനും സ്വീകാര്യമായ രീതിയിൽ ഉള്ളിൽ സ്വീകരിക്കപ്പെടുന്ന ഏതിനെയും അനുഭവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്നു, ബുദ്ധിയിലും മനസ്സിലും ഉറപ്പിക്കപ്പെടുന്ന, രേഖപ്പെടുത്തപ്പെടുന്ന ഏത് സംഭവവും അനുഭവമായിട്ട് മാറാം. ഈ തരത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സാധിക്കില്ല എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ഉത്തരം. കാരണം ദൈവം ഒരു ഭൗതിക യാഥാർത്ഥ്യമല്ല. ഭൗതിക യാഥാർത്ഥ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. ഓരോ ഇന്ദ്രിയത്തിനും അതിന് ചേരുന്ന വിഷയം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, പ്രകാശത്തെ കണ്ണിന് സ്വീകരിക്കാൻ സാധിക്കും, പക്ഷേ പ്രകാശത്തെ നമുക്ക് തൊട്ടു നോക്കാൻ സാധിക്കില്ല. ഒരു ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ നമുക്ക് രുചിക്കാൻ സാധിക്കും. കേക്ക് നമുക്ക് രുചിച്ചറിയാൻ പറ്റും, പക്ഷേ കേക്കിനെ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. സംഗീതം നമുക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷേ സംഗീതത്തെ നമുക്ക് തൊടാനായിട്ട് സാധിക്കില്ല, സംഗീതത്തെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ ഇന്ദ്രിയത്തിനും അനുപൂരകമായിട്ടുള്ള അവസ്ഥ മാത്രമേ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം ഇതിൻ്റെ പരിധിയിലൊന്നും വരുന്നതല്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ആത്മീയമായ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഏതാണ്ട് ഭൗതികമായ രീതിയിൽ തന്നെ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. വിശുദ്ധ ആഗസ്തീനോസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കൺഫെഷൻസ് ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്, അങ്ങയെ സ്നേഹിച്ചപ്പോൾ ഞാൻ വാസ്തവത്തിൽ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? നിന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്തിനെ സ്നേഹിക്കുന്നു? അത് എൻ്റെ കണ്ണുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പ്രകാശത്തെയാണോ? സുന്ദരമായ സംഗീതത്തെയാണോ? അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും സുഗന്ധമാണോ? എനിക്ക് ആലിംഗനം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ശരീരമാണോ? അദ്ദേഹം പറയുകയാണ്,
അങ്ങയെ സ്നേഹിക്കുമ്പോൾ ഇതിനെ ഒന്നുമല്ല ഞാൻ സ്നേഹിക്കുന്നത്. എന്നിരുന്നാലും അങ്ങയെ സ്നേഹിക്കുമ്പോൾ അതിൽ പ്രകാശമുണ്ട്, അങ്ങയെ സ്നേഹിക്കുമ്പോൾ അതിൽ സുഗന്ധമുണ്ട്, അങ്ങയെ സ്നേഹിക്കുമ്പോൾ അതിൽ സംഗീതമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിൻ്റെ അർത്ഥം, ഒരാൾ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സമാനമായ രീതിയിൽ ആത്മീയമായ ഇന്ദ്രിയങ്ങളിലൂടെ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും എന്നതിൻ്റെ സൂചനയാണ് വിശുദ്ധ ആഗസ്തീനോസ് നൽകുന്നത്. ഈ പറയുന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ സമാനമായ ഉദാഹരണങ്ങളുണ്ടോ? സങ്കീർത്തനം 34:8 നമ്മൾ വായിക്കുന്നു, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ വന്ന് കണ്ട് അനുഭവിച്ചറിയുവിൻ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ കണ്ട് രുചിച്ചറിയുവിൻ എന്നാണ് സങ്കീർത്തനം പറയുന്നത്. ഹെബ്രായ ലേഖനം 6:5 അവിടെ വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നവരെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ വിശ്വാസ അനുഭവത്തിലേക്ക് വരുന്നവരെ പറ്റി പറയുന്നത് അവർ സ്വർഗീയമായ ദാനങ്ങൾ രുചിച്ചറിഞ്ഞവർ എന്നാണ് പറയുന്നത്. സ്വർഗീയമായ ദാനങ്ങൾ രുചിച്ചറിയുന്ന വ്യക്തികളുണ്ട്. ജോബിൻ്റെ പുസ്തകം 42 നമ്മൾ വായിക്കുന്നു, ഞാൻ ഇതുവരെയും അങ്ങയെപ്പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. നമുക്കറിയാം, ഈ ജോബ് കടന്നുപോയ വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ, അവിടെയൊക്കെയും ഈ കേൾവിയുടെ അനുഭവത്തിൽ നിന്ന് ജോബ് കാഴ്ചയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. നിയമാവർത്തന പുസ്തകം 11 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത്. അനുഭവങ്ങൾ അത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും വരുന്ന കാര്യങ്ങളെപ്പറ്റി നിയമാവർത്തനം പറയുന്നതാണ്. അപ്പം മോശയുടെ അനുഭവം നമുക്കറിയാം. മുൾപടർപ്പിൽ വെച്ച് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായ, വലിയൊരു ദൈവാനുഭവം ഉണ്ടായ മോശ കർത്താവിനെ കത്തുന്ന മുൾപടർപ്പിൽ കാണുകയും കേൾക്കുകയും ചെയ്തു. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വലിയ ദൈവാനുഭവം. വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. അവിടെയും വലിയ ഒരു പ്രകാശധോരണി സാവൂളിനെ അടിച്ചു വീഴ്ത്തുന്നു. പിന്നീട് സാവൂൾ ഒരു സ്വരവും കേൾക്കുന്നു, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു. അപ്പോൾ കാഴ്ചയുടെയും കേൾവിയുടെയും അനുഭവത്തിലൂടെയും സാവൂളിനെ നടത്തി പതുക്കെ പൗലോസാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവാനുഭവമാണിത്. ഇത് പറഞ്ഞതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏതാനും ചില ചെറിയ ബോധ്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ദൈവാനുഭവത്തെപ്പറ്റി. ദൈവാനുഭവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, ഏതു തരത്തിൽ അതിനെ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, വ്യക്തികൾ, വിശ്വാസികൾ ദൈവാനുഭവം തേടാം, തീവ്രമായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. അത് വളരെ നല്ല ഒരു കാര്യമാണ്. നല്ലതാണെന്ന് മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള ആത്മീയ തീക്ഷ്ണതയുടെയും ദൈവസ്നേഹത്തിൻ്റെയും അടയാളമാണത്. എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ദൈവാനുഭവത്തെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ, ദൈവാനുഭവം കാത്തിരിപ്പുണ്ടെങ്കിൽ, ദൈവാനുഭവം തേടുന്നുണ്ടെങ്കിൽ, അതൊരു മനോരോഗത്തിൻ്റെ അടയാളമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ഒരാളുടെ ഉള്ളിലുള്ള ആത്മീയ ചലനത്തിൻ്റെ അടയാളമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. രണ്ടാമതായി, ദൈവാനുഭവം തേടുന്നവർ, ദൈവാനുഭവം ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ അത്ഭുതകരമായ, അതിശയിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കാത്തിരിക്കേണ്ടത്. അതിലൂടെ ആവണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് എന്ന് നമ്മൾ നിശ്ചയിച്ചുകൂടാ, നിർബന്ധമായിട്ടും നമ്മൾ അങ്ങനെ വിചാരിച്ചുകൂടാ. ചിലപ്പോൾ വളരെ ലളിതമായ, നമുക്ക് പോലും അറിയാൻ സാധിക്കാത്ത തരത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നും വന്നേക്കാം. അതുകൊണ്ട് ദൈവാനുഭവം എന്നുള്ളത് അതിശയകരമായ, അത്ഭുതകരമായ, നമ്മളെ തന്നെ ഞെട്ടിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയോ ആ തരത്തിൽ അതിനെ ലഘൂകരിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, ചിലരെ സംബന്ധിച്ച്, ചില വിശ്വാസികളെ സംബന്ധിച്ച് ചില സമയത്ത് അവർ ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത സമയത്ത് അത്ഭുതകരമായ ദൈവാനുഭവത്തിൻ്റെ വഴികൾ തുറന്നു വന്നു എന്നും വന്നേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഓർക്കണം, അതൊരു ദൈവത്തിൻ്റെ ആനുകൂല്യമാണ്, ദൈവം തരുന്നൊരു പ്രത്യേക കൃപയാണ്. പലപ്പോഴും അതൊരു ചവിട്ടുപടി കൂടിയാണ്. അതായത് അടുത്ത ഒരു പടിയിലേക്ക്, ദൈവാനുഭവത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളുടെ അടുത്ത പടിയിലേക്ക് കർത്താവ് ഒരാളെ നയിക്കുമ്പോൾ ഇത്തരത്തിൽ അതിശയകരമായ, അസാധാരണമായ, ഒരുപക്ഷെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുത്തു എന്നും വന്നേക്കാം. അടുത്ത പടി എന്നൊക്കെ പറയുന്നത് ചിലരെ സംബന്ധിച്ച് സഹനത്തിൻ്റെ അടുത്ത പടിയാണെന്നും കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നാലാമതായി, ദൈവാനുഭവത്തെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ആത്മീയമായ അനുഭവം
ആത്മീയമായ ഇന്ദ്രിയങ്ങളെപ്പറ്റി. അതായത് ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെയല്ല, മറിച്ച് ആത്മീയമായ ഇന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. കർത്താവ് അതിൻ്റെ വഴികൾ തുറന്നു എന്നും വന്നേക്കും. 13-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒസേറിലെ വില്യം എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്, ആത്മീയമായ ഇന്ദ്രിയങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. കൊറിന്തോസുകാർക്കുള്ള 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു വരികയാണെങ്കിലും ഞങ്ങളിൽ ആന്തരിക മനുഷ്യൻ ദിനംതോറും പുഷ്ടിപ്പെട്ട് ശക്തി ആർജിച്ചു വരികയാണ്. ഈ വാക്യം വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ വില്യം പറയുന്ന കാര്യം, എങ്ങനെയാണ് ഒരാളുടെ ആന്തരിക മനുഷ്യൻ ശക്തി ആർജിച്ചു വരുന്നത്? അത് ആന്തരികമായ ഇന്ദ്രിയങ്ങളിലൂടെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ കണ്ണുകൾ, ആന്തരികമായ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാതുകൾ, ആത്മീയമായിട്ടുള്ള സ്പർശനേന്ദ്രിയങ്ങൾ, ഇത് വളർന്ന് ശക്തിപ്പെട്ട് കർത്താവിനെ ആത്മീയമായിട്ട് കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും മണത്തും വളർന്ന് നമ്മൾ ആന്തരിക മനുഷ്യൻ വളരുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഇത് 13-ാം നൂറ്റാണ്ടിലെ മാത്രം ചിന്തയല്ല. സഭാപണ്ഡിതനായിരുന്ന ഒരിജൻ അദ്ദേഹം ലേവ്യരുടെ പുസ്തകത്തെപ്പറ്റി നടത്തുന്ന ചില പ്രസംഗങ്ങളിൽ, പ്രത്യേകിച്ച് 3-ാമത്തെ പ്രസംഗത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് മനുഷ്യർക്ക് ആത്മീയമായ ഇന്ദ്രിയങ്ങളുണ്ട്, ആത്മീയമായ ഇന്ദ്രിയങ്ങളിലൂടെ ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളിലേക്ക് വരുന്നവർ കൂടുതൽ ആത്മീയമായ ഉൾക്കാഴ്ചകൾ പ്രാപിക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യും എന്ന് ചുരുക്കം. 5-ാമതായി നമ്മൾ കാണേണ്ട കാര്യം, ഈ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം എന്താണ്? ഏറ്റവും കാതലായ കാര്യം ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന കാര്യമാണ് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അത് ഏത് തരത്തിൽ ഏതെല്ലാം ശൈലി എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതത്ര പ്രധാനപ്പെട്ട കാര്യമില്ല. കണ്ടുമുട്ടലാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ 2 തരത്തിൽ ഇത് സംഭവിക്കാം. ഒന്ന്, ദൈവം ഒരാളെ വിളിച്ച് കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ മനുഷ്യർ തന്നെ ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം. 2 തരത്തിലും വരാൻ സാധ്യതയുണ്ട്. വിശുദ്ധ യോഹന്നാൻ ഉത്ഥിതനായ കർത്താവിനെ കണ്ട് ഗലീല കടലിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, ഇത് കർത്താവാണ്. യോഹന്നാനാണ് പറയുന്നത്, ഇത് കർത്താവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ്, ഇത് കർത്താവാണ്. ഇനി ഉത്ഥിതനായ കർത്താവിൻ്റെ കാര്യത്തിൽ കല്ലറയുടെ അടുത്ത് വെച്ച്, ആ തോട്ടത്തിൽ വെച്ച് മറിയത്തെ വിളിച്ചുകൊണ്ട്, മഗ്ദലന മറിയത്തെ വിളിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവളെ പേര് വിളിച്ചുകൊണ്ട് പറയാണ് മറിയം. യോഹന്നാൻ്റെ സുവിശേഷം 20:16 കർത്താവാണ് മറിയത്തെ വിളിക്കുന്നത്. പിന്നെയാണ് ഒരു കണ്ടുമുട്ടൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം കണ്ടുമുട്ടലാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന സന്ദർഭം, ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഏത് മാർഗവും ഉപാധിയും ഇവിടെ പ്രസക്തമായിട്ട് മാറും. അതുകൊണ്ട് ദൈവാനുഭവം ഉണ്ടാകാൻ അനിതര സാധാരണമായ അനുഭവങ്ങൾ ആവശ്യമില്ല. വളരെ സാധാരണമായ വഴികളിലൂടെയും നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ്. വചന വായന അതിനുള്ള മാർഗമാണ്. അതുപോലുള്ള ആരാധനാ സമൂഹം തീർച്ചയായിട്ടും ദൈവാനുഭവം ഉണ്ടാകാനുള്ള, ദൈവത്തെ കണ്ടുമുട്ടാനുള്ള മാർഗമായിട്ട് നമ്മൾ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിലെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമാണ്, വേദിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യം ദൈവത്തെ ഏതെങ്കിലും വിധേന കണ്ടുമുട്ടുക എന്നുള്ള കാര്യമാണ്. 6-ാമതായി, ദൈവാനുഭവം ഉണ്ടാവണമെങ്കിൽ, ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ പടികളിലൂടെ പതുക്കെ കടന്നു പോകണം. ആത്മീയ ജീവിതത്തിൻ്റെ പല പടികളിലൂടെ നമ്മൾ കടന്നു പോകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാഥമികമായ പടി എന്ന് പറയുന്നത് പാപജീവിതം ഉപേക്ഷിച്ച് പതുക്കെ പുണ്യത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ നീങ്ങണം, അതിലേക്ക് ഉന്മുഖരായിട്ട് മാറണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാപജീവിതം വിട്ടുപേക്ഷിച്ച് പതുക്കെ നമ്മൾ പുണ്യ വഴിയിലൂടെ സഞ്ചരിക്കണം. വിശുദ്ധ അമ്മ ത്രേസ്യ വിശുദ്ധയുടെ ആത്മകഥ 1565 ദ ലൈഫ് എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. അമ്മ ത്രേസ്യ പറയുന്നൊരു കാര്യം, ഈ ദൈവത്തെ കണ്ടുമുട്ടുന്നതിൻ്റെയും ദൈവാനുഭവം ഉണ്ടാകുന്നതിൻ്റെയും ഏറ്റവും സുന്ദരമായ രൂപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സൗഹൃദമാണ്. അതുപോലെ തന്നെ ഈശോയോട് വളരെ രഹസ്യത്തിൽ സംസാരിക്കുന്നതുമാണ്. വളരെ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നതും ഈശോയോടുള്ളൊരു സൗഹൃദമാണ് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. ഈ അമ്മ ത്രേസ്യ പറയുന്നത് ഇതിൽ പടിപടിയായിട്ട് നമുക്ക് വളരാൻ സാധിക്കുമെന്ന് പറയുകയാണ്. അമ്മ ത്രേസ്യ സൂചിപ്പിക്കുകയാണ്, ഒരാൾ വാചികമായ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ നിന്ന്
ധ്യാനത്തിലേക്കും പിന്നെ ധ്യാനം കഴിഞ്ഞ് പതുക്കെ ദൈവാനുഭവത്തിലേക്കും ദൈവ ഐക്യത്തിലേക്കും വളരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ പടിപടിയായിട്ട് വളരുന്ന ഒരാളാണ് ദൈവാനുഭവത്തിലും ദൈവത്തെ കണ്ടുമുട്ടുന്നതിലും വളരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഏഴാമതായി ദൈവാനുഭവത്തിന് പറ്റിയ ഏറ്റവും നല്ല ഇന്ദ്രിയം, അതിന് പറ്റിയ ഉപാധി എന്താണ്? നമുക്ക് വളരെ ലളിതമായ ഭാഷയിൽ പറയാം, ദൈവാനുഭവത്തിന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം സ്നേഹമാണ്, ദൈവസ്നേഹമാണ്. അതായത് സ്നേഹത്തിന് മാത്രമേ സ്നേഹത്തെ തൊടാൻ സാധിക്കുകയുള്ളൂ, സ്നേഹത്തിന് മാത്രമേ സ്നേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ, സ്നേഹത്തിന് മാത്രമേ സ്നേഹത്തെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമാണ് വാസ്തവത്തിൽ ദൈവാനുഭവം ഉണ്ടാകാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതിൻ്റെ വിവിധ ആവിഷ്കാരങ്ങളാണ് ഈ മിസ്റ്റിക് അനുഭവങ്ങളുള്ള എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ നടന്ന കാര്യം. വിശുദ്ധ അന്തോണീസ് ഉണ്ണീശോയെ കൈകളിൽ എടുത്തുകൊണ്ട് ഉണ്ണീശോയോട് സംസാരിക്കുന്ന പല അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ഇതെല്ലാം സ്നേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളാണ്. കർത്താവിനോട് ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന വലിയ സ്നേഹത്തിൻ്റെ വളരെ ശക്തവും സ്പർശനീയവുമായിട്ടുള്ള വലിയ ആവിഷ്കാരമായിരുന്നു വിശുദ്ധ അന്തോണീസിനുണ്ടായ ഇത്തരം അനുഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവസ്നേഹത്തിലൂടെയാണ് വാസ്തവത്തിൽ ഒരാൾ ദൈവാനുഭവത്തിലേക്ക് വരുന്നത്. ഈ സ്നേഹമില്ലാത്ത അനുഭവങ്ങൾ ദൈവാനുഭവം ആയിരിക്കുകയില്ല എന്നും കൂടെ നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വളരെ നല്ലതാണ്. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം വിവരിക്കുന്ന കാര്യം, കർത്താവിനോട് പറയുകയാണ്, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശരങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ തുറന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ശരങ്ങൾ കൊണ്ട് അങ്ങയുടെ വാക്കുകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ പിളർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സ്നേഹമാണ് വാസ്തവത്തിൽ കർത്താവിലേക്ക് എത്തിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഉപാധിയും പ്രധാനപ്പെട്ട മാർഗവും. എട്ടാമതായി പരിശുദ്ധ അമ്മയെപ്പറ്റി ചിന്തിച്ച് നോക്കണം. മാതാവിൻ്റെ, മറിയത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ കാതൽ എന്താണ്? മാതാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവത്തിൻ്റെ അസാധാരണമായ കാര്യങ്ങൾ നടന്നതാണ്. മംഗളവാർത്തയിൽ സംഭവിച്ച കാര്യം, ഈശോയുടെ ജനനത്തിൽ സംഭവിച്ച കാര്യം, ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ സംഭവിച്ച കാര്യം, തുടർന്നുള്ള ഓരോ സംഭവവും അസാധാരണമായ അനന്യമായ ദൈവാനുഭവത്തിൻ്റെ സംഗതികളായിരുന്നു. പക്ഷെ പിന്നീട് മറിയത്തിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയപ്പെടുന്ന സംഗതി ഇതല്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഈശോ ശ്ലാഘിച്ചത്, ഈശോ മറിയത്തെ വലിയവളായിട്ട് കണ്ടത് ഇതിൻ്റെ പേരിലൊന്നുമല്ല, മറിച്ച് വചനം പാലിക്കുന്ന, വചനം കേട്ട് അതനുസരിക്കുന്ന ആളെന്ന നിലയിലാണ് ഈശോ മറിയത്തെ പ്രകീർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഇവിടെ ദൈവാനുഭവത്തിൽ തങ്ങി നിൽക്കാനല്ല, ദൈവാനുഭവത്തിൽ കുടുങ്ങിക്കിടക്കാനല്ല, ദൈവാനുഭവത്തിൻ്റെ ബാഹ്യമായ മാർഗങ്ങളിലോ ഉപാധികളിലോ അതിൻ്റെ വിവരണത്തിലോ കുടുങ്ങിക്കിടക്കാനല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതിലുപരി ദൈവാനുഭവം എന്ന ചവിട്ടുപടിയിലൂടെ വന്ന് അതിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സ്നേഹമാണ്, വചനമനുസരിച്ചുള്ള ജീവിതമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവസാനിപ്പിക്കാനായിട്ട് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധരായ ദൈവശാസ്ത്രജ്ഞരിൽ പ്രധാനിയാണ് കാൾ റാനർ. അദ്ദേഹം ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1971 എഴുതിയ ഒരു കാര്യം, ഭാവിയിലെ ക്രിസ്ത്യാനി ഒന്നുകിൽ നല്ല മിസ്റ്റിക് അനുഭവമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഒന്നുമായിരിക്കില്ല. അതായത് ഭാവിയിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ നല്ല ദൈവാനുഭവമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവർ ഒന്നുമായിരിക്കുകയില്ല എന്നാണ് റാനർ പറഞ്ഞത്. ഇത് നമ്മുടെ ചിന്തയെ പ്രചോദിപ്പിക്കേണ്ടതാണ്, ആത്മീയമായിട്ട് ഒരു പരിധിവരെയെങ്കിലും പ്രകോപിപ്പിക്കേണ്ടതാണ്. ദൈവാനുഭവമൊന്നും ഇല്ലെങ്കിൽ, അത് നമ്മൾ തേടുന്നില്ലെങ്കിൽ, നമുക്കതൊരു വിഷയമല്ലെങ്കിൽ, നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഒന്നുമല്ലാത്തവരായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഒരു കാര്യം, ആരെങ്കിലും ദൈവാനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തയേക്കാൾ കൂടുതൽ തീവ്രമായ, തീഷ്ണമായ ആഗ്രഹമാണ്. അത് ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അതൊരു മുഴുവൻ സമയ ആഗ്രഹവുമായിട്ട് നിൽക്കണം. എപ്പോഴുമുള്ള ആഗ്രഹം, ഇടയ്ക്ക് വല്ലപ്പോഴുള്ള ആഗ്രഹമല്ല, നിരന്തര ആഗ്രഹമായിട്ട് മാറണം. ആ നിരന്തര ആഗ്രഹം സൂചിപ്പിക്കുന്നതാണ് സങ്കീർത്തനം 42:1. നീർച്ചാലു തേടുന്ന മാൻപേടെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു.
നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. അവിടെ പറയുന്നത് അങ്ങേക്കായി ആഗ്രഹിക്കുന്നു എന്നല്ല, ദാഹിക്കുന്നു എന്നാണ്. ഈ ദാഹവും ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാഹം തുടങ്ങിയാൽ, ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം കിട്ടിയാലേ ദാഹം തീരുകയുള്ളൂ. ദാഹശമന് ചെന്നാലേ ദാഹം അവസാനിക്കുകയുള്ളൂ. എന്നാൽ ആഗ്രഹമാണെങ്കിൽ, വെറും ആഗ്രഹമാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ച് നാൾ ആഗ്രഹിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു, പിന്നീടും ആഗ്രഹിക്കാം. പക്ഷേ സങ്കീർത്തനം 42:1 പറയുന്നത് നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. ഈ ദാഹം നിലനിർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ദൈവാനുഭവത്തിനുള്ള ദാഹം വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ.